ഗുഡ് ഈവനിങ്. ഇന്നൊരു മടി പിടിച്ച ദിവസമാണ് കേട്ടോ. ഇതൊന്നും വിശപ്പിന് അറിയണ്ടല്ലോ. വൈകുന്നേരം ചായക്ക് എന്തുണ്ടാക്കുമെന്ന് ഓർത്തിരുന്നപ്പോഴാണ് കേട്ടോ ഓർത്തത്. ആൽഡ്രിൻകുട്ടന് പൊട്ടറ്റോ ഫ്രൈസ് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. എന്നാൽ പിന്നെ അത് ഉണ്ടാക്കാമെന്ന് ഓർത്തു. വേഗം 2 ഉരുളക്കിഴങ്ങ് എടുത്തു. പൊട്ടറ്റോ ഫ്രൈ എന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഓർത്തത്. ആൽഡ്രിൻകുട്ടൻ എന്നെ ഫ്രഞ്ച് ഫ്രൈസ് എന്നാണ് പറയുന്നത്, പക്ഷെ ഞാനത് പറയില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ വേഗം കട്ട് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിയുന്നതിനേക്കാൾ പെട്ടെന്ന് എളുപ്പത്തിൽ അറിയാൻ പറ്റുന്ന കയ്യിൽ വെച്ച് ഇങ്ങനെ അരിയുന്നതാണ് കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിലൊക്കെ കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. പൊട്ടറ്റോ അരിഞ്ഞു കഴിഞ്ഞപ്പോഴായിട്ട് മനസ്സിലായത് അതിൻ്റെ വീതി കുറച്ച് കുറഞ്ഞു പോയെന്ന്. എന്തായാലും മരുന്നെടുത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നന്നായിട്ട് കഴുകിയൊക്കെ എടുത്ത് അവൻ ഇനി ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ പോവുകയാണേ. കഴുകിയെടുത്ത പൊട്ടറ്റോയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി വെള്ളം ഊറ്റിക്കളഞ്ഞ് ഇതിനാവശ്യമുള്ള പൊടികളൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ. എവിടുന്നാന്ന് അറിയില്ല കേട്ടോ, ആൽഡ്രിൻകുട്ടൻ പറന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്താണ് ഒരു സ്മെല്ലെന്നും ചോദിച്ചിട്ട്. അപ്പോൾ പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. നമുക്കിനി പൊടികളൊക്കെ ഇടാം. അയ്യോ നല്ല ചൂടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മസാലപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കോൺഫ്ലോർ പൊടിയിട്ട് നന്നായിട്ട് മിക്സ് അങ്ങോട്ട് കുഴക്കണമെന്നേ. കുഴക്കുമ്പോഴേ എല്ലാം കൂടി പൊടിഞ്ഞു പോവാണ്ട് ഒന്ന് നോക്കിയേക്കണേ. അപ്പോൾ ഇനി നമുക്ക് പിന്നെ ഫ്രൈ ചെയ്യാം. ഗ്യാസൊക്കെ കത്തിച്ച് പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇനി പൊട്ടറ്റോ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഇവന് ഇവിടെ കിടന്നൊന്ന് ഫ്രൈ ആവട്ടെ. ഇനി നമുക്കൊന്ന് കറങ്ങിച്ചൊക്കെ വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ ടാറ്റാ ബൈ, സീ യു.